കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. കൊച്ചിയുടെ ശ്വാസം വീണ്ടെടുക്കാൻ റിസർജൻസ് പരിസ്ഥിതിക കൂട്ടായ്മയ്ക്ക് തുടക്കമായി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്ക് ശ്വാസം വേണം, കാലാവസ്ഥാ പ്രതിസന്ധിക്കെതിരെ മനുഷ്യരുടെ പോരാട്ടം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച റിസർജൻസ് പരിപാടി കൊച്ചിയുടെ പരിസ്ഥിതി പുനരുജ്ജീവനത്തിനായുള്ള തദ്ദേശീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വെളി പള്ളത്തിരാമൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ പരിസ്ഥിതി, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തകരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പങ്കെടുത്തു. സ്റ്റുഡൻസ് എംപവർമെന്റ് ഫൗണ്ടേഷനിലെ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾ പശ്ചിമ കൊച്ചിയിലെ കനാലുകളുടെ നിലവിലെ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ, മലിനീകരണം, കയ്യേറ്റം, ജലപ്രവാഹ തടസ്സങ്ങൾ എന്നിവയെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. പശ്ചിമ കൊച്ചിയുടെ ജല പാരിസ്ഥിതിക വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കേണ്ടതിന്റെ ആവശ്യം ഡോക്യുമെന്ററി ചൂണ്ടിക്കാട്ടി. ഫോർട്ട് കൊച്ചി തീരപ്രദേശത്ത് അപൂർവമായി എത്തിച്ചേരുന്ന വെയിൽ ഷാർക്ക് സംരക്ഷണത്തിന്റെ ആവശ്യകതയും സമുദ്ര ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ചു. പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകരായ വിപിൻ സൈറസ്, AB എബ്രഹാം, ഷാജി താനിക്കാട്ട്, അബ്ദുൽ ലത്തീഫ്, പ്രവാസി സംഗമം പ്രസിഡന്റ് TP ആന്റണി, ജൈവ വൈവിധ്യ പ്രവർത്തകൻ മുസ്തഫ പള്ളിക്കുത്ത്, ഫീൽഡ് ഓഫീസർ അജിത് ശംഖമോം എന്നിവർ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകി. ഇത് ഇതിൽ തുടങ്ങുന്നതാണ്. ഇത് കുറേ നമ്മുടെ ഓർമ്മവച്ച കാലങ്ങളിൽ നമ്മൾ ഡംപ് ചെയ്യേണ്ടത് കനാലുകളിലേക്ക് ഡംപ് ചെയ്യാൻ, അത് കനാലുകളിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ കാണുന്നത്. ഇത് എങ്ങനെയാണ് ഇതിന് ഷിഫ്റ്റ്? അതായത് എൻ്റെ വീട് മാമ്പുഴത്തോട്ടാണ്, നമ്മുടെ പാർട്ടിയിലാണ്. അപ്പോൾ അവിടെ ഒരു കോർപ്പറേഷൻ കൊണ്ടുവന്ന സാധനം വെച്ചാൽ നെറ്റ് കെട്ടുകയാണ് പറയുന്നത്. നെറ്റ് കെട്ടുന്ന നെറ്റിൻ്റെ മുകളിൽ കൂടെ എല്ലാവരും മനസ്സിലുണ്ട്. അപ്പോൾ നെറ്റിൻ്റെ മുകളിൽ കൂടെ മിന്നിയിട്ടൊക്കെ കൂടുതൽ വേസ്റ്റ് വലിച്ചെറിയണമെന്ന് അല്ലെങ്കിൽ അയക്കാവുന്നതിനൊന്നും യാതൊരു കുറവ് വരാത്തതുണ്ടോ? അപ്പോൾ ഇത് എവിടെന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്? എന്താണ് രജിസ്റ്ററിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ ജനങ്ങൾക്കായിട്ട് അവയർനെസ്? ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.